ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഷ്ടാക്ഷരി മന്ത്രധ്യാനം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അഷ്ടാക്ഷരി മന്ത്രം എല്ലാവർക്കും അറിയുന്നതാണ്. 8 അക്ഷരങ്ങൾ അടങ്ങിയ ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു മന്ത്രത്തിൻ്റെ ധ്യാനം, ആ ശ്ലോകം ആദ്യമായിട്ട് ചൊല്ലാം. ഭാസ്വത് ഭാസ്വത് സഹസ്രപ്രഭമരിതര കൗമോദഗീ പങ്കജാനി ദ്രാഘിഷ്ടൈർബാഹുദണ്ഡൈർദധതമജിതമാപീതവാസോവസാനം ധ്യായേത് സ്ഫായത് കിരീടോജ്വലമകുടമഹാകുണ്ഡലം വന്യമാല വത്സശ്രീകൗസ്തുഭാഠ്യം സ്മിതമധുരമുഖം ശ്രീധരാശ്ലിഷ്ടപാർശ്വം. പിന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭാസ്വത് ഭാസ്വത്. ഭാസ്വത് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശിക്കുക, ശോഭിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ 2 തവണ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു അത്യധികമായ, ഏറ്റവും അധികം ശോഭയോടുകൂടിയ അല്ലെങ്കിൽ പ്രകാശിക്കുന്ന എന്നുള്ളത് കാണിക്കാനാണ് അവിടെ 2 തവണ അത് ഉപയോഗിച്ചു. സഹസ്രപ്രഭം എന്ന് പറയുന്നതും അവിടെ 1000 മടങ്ങ് ശോഭ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ അത്രയും അധികം ഏറ്റവും അധികം, അത്യധികം ശോഭയോടുകൂടിയ എന്ന് പറയാനാണ് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് ഭഗവാന്റെ തൃക്കരങ്ങളിൽ ഭഗവാൻ എന്തൊക്കെ ധരിച്ചിരിക്കുന്നു. ചതുർബാഹുവായ നാരായണനെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവാന്റെ തൃക്കരങ്ങളിൽ സഹസ്രപ്രഭം അരിധര കൗമോദഗീ പങ്കജാനി. അരി ധര കൗമോദഗി പങ്കജാനി എന്നാണ്. അരി എന്ന് പറഞ്ഞാൽ ചക്രം, സുദർശന ചക്രം. ധര എന്ന് പറഞ്ഞാൽ ശംഖ് എന്നർത്ഥം. കൗമോദഗി ഗദ, പങ്കജം താമര. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ 4 തൃക്കരങ്ങളിലും ചക്രം, ശംഖ്, ഗദ, താമര ഇവ ശോഭിക്കുന്നു. ഇവയൊക്കെ ധരിച്ച് ശോഭിക്കുന്ന ഭഗവാൻ, പ്രകാശിക്കുന്ന ഭഗവാൻ. അതുപോലെ ദ്രാഘിഷ്ടൈർ ബാഹുദണ്ഡൈർ. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ കരങ്ങളെയാണ് അവിടെ വർണ്ണിക്കുന്നത്. ദ്രാഘിഷ്ടം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏറ്റവും നീണ്ടത്, അതിദീർഘമായ എന്നർത്ഥം. ബാഹുദണ്ഡൈർ കരങ്ങൾ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആ അതിദീർഘമായ ഏറ്റവും നീണ്ട കരങ്ങളിൽ ഭഗവാൻ, ബാഹുദണ്ഡ എന്ന് പറയുമ്പോൾ അവിടെ ബലമുള്ള കരങ്ങൾ എന്നുള്ള അർത്ഥവും എടുക്കാം. അപ്പോൾ അവിടെ അതിദീർഘമായ ബലമുള്ള ആ കരങ്ങളിൽ ഭഗവാൻ ചക്രം, ശംഖ്, ഗദ, പങ്കജം എന്നിവ ധരിച്ചിരിക്കുന്നു. ദധത എന്ന് പറഞ്ഞാൽ അവിടെ ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. ദധതം അജിതം ആപീത വാസോവസാനം. ദധതം അജിതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടെ വർണ്ണിക്കുന്നു. ഭഗവാന്റെ നാമം ആരാലും ജയിക്കപ്പെടാത്തവനായ ഭഗവാൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ആപീത വാസോവസാനം. വാസ എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. അപ്പോൾ അവിടെ ഏത് നിറത്തിലുള്ള വസ്ത്രമാണ്? പീതം. ആപീതം എന്ന് പറഞ്ഞാൽ മഞ്ഞച്ചത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ധ്യായേത് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു. ഇത് ധ്യാനമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് പറയാണ്. ഇനി അടുത്തത് സ്ഫായത് കിരീടോജ്വല മകുട മഹാകുണ്ഡലം വന്യമാല. സ്ഫായത് കിരീടം. സ്ഫായത് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക, വികസിക്കുക എന്നൊക്കെയാണ്. സ്ഫായത് കിരീടോജ്വല മകുടം.
കിരീടം എന്ന് പറഞ്ഞാൽ കിരീടം, മകുടം എന്നുള്ളതിനർത്ഥം ഒരു ശിരോഭൂഷണം, ശിരോ അലങ്കാരം എന്നൊക്കെ പറയാം, അർത്ഥമുണ്ട്. അപ്പോൾ അവിടെ സ്ഫായം, വർദ്ധിക്കുന്ന, ഉജ്ജ്വലമായ, വർദ്ധിക്കുന്ന ശോഭയോടുകൂടിയ, വർദ്ധിച്ച ശോഭയോടുകൂടിയ, അല്ലെങ്കിൽ വികസിക്കുന്ന എന്നൊക്കെ അർത്ഥമെടുക്കാം. അപ്പം അങ്ങനെയുള്ള വർദ്ധിച്ച ശോഭയോടുകൂടിയ പ്രകാശിക്കുന്ന കിരീടവും ശിരോഭൂഷണം ഒക്കെ ധരിച്ചിരിക്കുന്നു ഭഗവാൻ. മഹാകുണ്ഡലം, വലിയ കർണാഭരണം ധരിച്ചിരിക്കുന്നു. വന്യമാല, വനമാല അല്ലെങ്കിൽ വന്യമാല, വനപുഷ്പങ്ങൾ കൊണ്ട് കോർത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാല. അത് കാൽമുട്ടുവരെ നീണ്ടു കിടക്കുന്ന മാലയുമാണ്. അപ്പോൾ വനപുഷ്പങ്ങൾ കൊണ്ട് കോർത്ത് കാൽമുട്ടുവരെ നീണ്ടു കിടക്കുന്ന ആ വന്യമാല, വനമാല ഭഗവാൻ ധരിച്ചിരിക്കുന്നു. ഇനി പറയുന്നു വത്സശ്രീ കൗസ്തുഭാഠ്യം. അവൻ ഈ ഭഗവാന്റെ വത്സം, ശ്രീവത്സം, വത്സ എന്ന് പറഞ്ഞാൽ മാറിടം, വക്ഷസ് എന്നാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ശ്രീവത്സം എന്ന മറുക്, ഭഗവാന്റെ ആ മാറിടത്തിലെ വക്ഷസ്സിലെ ആ മറുക്. അതുപോലെ കൗസ്തുഭമണി ധരിച്ചിരിക്കുന്നു. അങ്ങനെ ആഠ്യം, അങ്ങനെ അതൊക്കെ ധരിച്ച് ശ്രീവത്സം എന്ന മറുകും അതുപോലെ തന്നെ കൗസ്തുഭമണിയും കൊണ്ട് ശ്രേഷ്ഠനായ, മഹാപ്രഭുവായ, സമൃദ്ധനായ ഭഗവാൻ, അതൊക്കെ ധരിച്ച് സമൃദ്ധനായ ഭഗവാൻ, മഹാപ്രഭുവായ ആ ഭഗവാൻ. സ്മിതമധുരമുഖം, സ്മിതമധുരം, സ്മിതം എന്ന് പറഞ്ഞാൽ മന്ദഹാസം, നിറഞ്ഞ പുഞ്ചിരി. അങ്ങനെ ആ നിറഞ്ഞ പുഞ്ചിരി കൊണ്ട്, മന്ദഹാസം കൊണ്ട് മധുരമായ മുഖം, മധുരമായ മുഖത്തോടു കൂടിയ ഭഗവാൻ. ശ്രീധരാശ്ലിഷ്ട പാർശ്വം, ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. ആശ്ലിഷ്ടം, ലക്ഷ്മി ദേവിയെ ഭഗവാൻ ഇങ്ങനെ മാറോട് ചേർത്ത് പുണർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാർശ്വഭാഗത്ത്, പാർശ്വം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അരികിലായിട്ട് ഭഗവാൻ ലക്ഷ്മി ദേവിയെ മാറോട് ചേർത്ത് പുണർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ ആ ധ്യാനത്തിൽ വരുന്നത്. അപ്പോൾ ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറയാം. പ്രകാശിക്കുന്ന, അത്യധികം ശോഭയോടുകൂടിയ, പ്രകാശിക്കുന്ന ചക്രം, ശംഖ്, ഗദ, താമര ഇവയൊക്കെ ധരിച്ച് ഏറ്റവും നീണ്ട, അതിദീർഘമായ തൃക്കരങ്ങളോടുകൂടിയ ഭഗവാൻ മഞ്ഞ പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു. വർദ്ധിച്ച ശോഭയോടുകൂടിയ ശിരോഭൂഷണവും കിരീടവും ഒക്കെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ. മഹാകുണ്ഡലം, വലിയ കർണാഭരണവും വനമാല, വനപുഷ്പങ്ങൾ കൊണ്ട് കോർത്തുണ്ടാക്കിയ കാൽമുട്ട് വരെ നീണ്ടു കിടക്കുന്ന മാല ധരിച്ചിരിക്കുന്ന, വക്ഷസ്സിൽ ശ്രീവത്സം എന്ന മറുകും അതുപോലെ കൗസ്തുഭമണിയും ധരിച്ച് ആഠ്യമായ, സമൃദ്ധിയോടുകൂടി മഹാപ്രഭുവായി നിൽക്കുന്ന, മന്ദഹാസം, വിരിഞ്ഞ പുഞ്ചിരിയോടുകൂടി മധുരമായ മുഖത്തോടുകൂടി ലക്ഷ്മി ദേവിയെ അരികിൽ മാറോട് ചേർത്ത് കൊണ്ട് നിൽക്കുന്ന അജിതനായ, ആരാലും ജയിക്കപ്പെടാത്തവനായ ആ നാരായണനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇതിലെ ധ്യാനം, പ്രാർത്ഥന വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിയതിന് ശേഷം പൂർത്തിയാക്കാം. ഭാസ്വത് സഹസ്രപ്രഭമരിതര കൗമോദകീ പങ്കജാനി ദ്രാഘിഷ്ഠൈർബാഹുദണ്ഡൈർദധതമജിതമാപീതവാസോവസാനം ധ്യായേത് സ്ഫായത് കിരീടോജ്വലമകുടമഹാകുണ്ഡലം വന്യമാല വത്സശ്രീകൗസ്തുഭാഠ്യം സ്മിതമധുരമുഖം ശ്രീധരാശ്ലിഷ്ടപാർശ്വം. സർവം ഗുരുപവനപുരേശ്വരാർപ്പണമസ്തു.